പനക്കലച്ചനോട് ചോദിക്കാം എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ജീവിതത്തിലെ സങ്കീർണ പ്രശ്നങ്ങളാൽ വഴിമുട്ടി നിൽക്കുമ്പോൾ സ്വാന്തനമായി പനക്കലച്ചൻ നമ്മോടൊപ്പം. അച്ഛനെ ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാൻ അനേകം കത്തുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ തിരഞ്ഞെടുത്ത ഒരു കത്ത് ഇപ്പോൾ വായിച്ച് പനക്കലച്ചൻ ഉചിതമായ നിർദ്ദേശങ്ങൾ നൽകുന്നതാണ്. സ്നേഹം നിറഞ്ഞ പനക്കലച്ച, എൻ്റെ പേര് ആൽവിൻ, സ്ഥലം കൊല്ലം. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമേ ആകുന്നുള്ളൂ. ജീവിതം നല്ല സന്തോഷകരമായി പോകുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ വളരെ ഇരുണ്ട അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒന്ന് ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല. എൻ്റെ ഭാര്യ 3 മാസം മുൻപേ ആത്മഹത്യ ചെയ്തു. അതിൻ്റെ കാരണം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞങ്ങൾ പരസ്പരം നല്ല സ്നേഹത്തോടെയാണ് ജീവിച്ചിരുന്നത്. സാമ്പത്തികമായും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ മാനസികമായി തളർന്നിരിക്കുകയാണ്. ഭാര്യയെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അത് കാരണം എനിക്ക് ഈ സാഹചര്യം മറികടക്കുവാൻ സാധിക്കുന്നില്ല. ഞാൻ എൻ്റെ ജോലി വരെ ഇപ്പോൾ നിർത്തി വീട്ടിലിരിപ്പാണ്. ധ്യാനം കൂടിയാൽ എൻ്റെ ഈ പ്രശ്നത്തിന് പരിഹാരമാകുമോ? അച്ഛൻ്റെ മറുപടിക്കായി ഞാൻ കാത്തിരിക്കുന്നു. ആൽവിൻ. നമ്മളിപ്പോൾ വായിച്ചു കേട്ട ഈ കത്തിൽ ആൽവിൻ എന്ന സഹോദരൻ്റെ ജീവിതത്തിൽ സംഭവിച്ച, അതായത് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മരണം, അതിൻ്റെ ആഘാതം, ആ ആഘാതത്തിൽ നിന്ന് എഴുന്നേൽക്കുവാൻ ആൽവിന് സാധിക്കുന്നില്ല. ഭാര്യയുടെ മരണത്തോടുകൂടി ആൽവിൻ വലിയ ദുഃഖത്തിലും ഇനി ജീവിക്കാൻ തന്നെ താല്പര്യമില്ലാത്ത അവസ്ഥയിലുമാണ്. ഇതാണ് ഈ കത്തിൻ്റെ ഉള്ളടക്കം. ആൽബിനോട് ആദ്യമായിട്ട് പറയുവാനുള്ളത്, ആൽബിന് വിവാഹം കഴിച്ചു. ദൈവം നല്ല ഒരു ഭാര്യയെ നൽകി. നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹമാണ്. ആ വിവാഹ ജീവിതം 2 വർഷം വളരെ സന്തോഷകരമായിട്ട് തന്നെയാണ് കൊണ്ടുപോയത് എന്നാണ് കത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സന്തോഷകരമായി ജീവിതം കൊണ്ടുപോകുമ്പോൾ ആണ് ഭാര്യ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആൽബിൻ്റെ ചോദ്യം, ഞാൻ ഇത്രയും സ്നേഹമായിട്ട് ഇവളെ കരുതിയിട്ട്, ഇത്രയും സ്നേഹം കൊടുത്തിട്ട് എന്തുകൊണ്ട് അവൾ എന്നെ അങ്ങനെ ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞാൽ, ഭാര്യയുടെ ആത്മഹത്യ ഭാര്യ ബോധപൂർവം ചെയ്ത ഒരു പ്രവൃത്തിയായിട്ടാണ് ആൽബിൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആൽബിൻ ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് അവൾ എന്നെ ഉപേക്ഷിച്ചത്? ഇത് ആൽബിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉത്തരം കിട്ടാത്ത ചോദ്യമായി കിടക്കുകയാണ്. ആൽബിൻ എത്ര പരിശോധിച്ചിട്ടും എൻ്റെ ഭാഗത്തു നിന്ന് ഒരു മനഃപൂർവമായ ഒരു വേദനിപ്പിക്കുന്ന സംഭവം അവൾക്ക് ഞാൻ കൊടുത്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് അവളെ എന്നെ പിരിയാൻ തക്കവണ്ണമുള്ള ഒരു തീരുമാനമെടുത്തു എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ആദ്യമായിട്ട് ആൽബിൻ മനസ്സിലാക്കണം. ആൽബിൻ പറഞ്ഞു ഭാര്യ ആത്മഹത്യ ചെയ്തു എന്ന്. അതുകൊണ്ട് ഈ ആത്മഹത്യ ഒരിക്കലും അവൾ ബോധപൂർവം എടുത്ത ഒരു തീരുമാനമല്ല. ആത്മഹത്യ സ്വതന്ത്ര തീരുമാനത്തിൻ്റെ അനന്തരഫലമായിട്ടുണ്ടാകുന്ന ഒന്നല്ല. ഈ ആത്മഹത്യ അവളുടെ ശരീരത്തിലും അതുപോലെ അവളുടെ മനസ്സിലും ഒക്കെയുള്ള ചില ഘടനയുടെ പ്രത്യേകതയിൽ നിന്ന് രൂപം കൊണ്ടതും
അവൾക്ക് അത് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ കുറ്റം ആദ്യം ഭാര്യയുടെ മേൽ ചുമത്തുന്ന പരിപാടി അവസാനിപ്പിക്കുക. അപ്പോൾ പിന്നെ ഭാര്യയുടെ മരണത്തെ എങ്ങനെ കാണണം? ഭാര്യയുടെ മരണത്തെ കാണേണ്ടത് ദൈവം അവൾ കൊടുത്ത ശുശ്രൂഷ അവസാനിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇത് ദൈവത്തിൻ്റെ ഒരു തീരുമാനം എന്ന നിലയിൽ തന്നെ മരണത്തെ കാണണം. മനുഷ്യൻ മരിക്കാൻ തീരുമാനിച്ചാലും ദൈവത്തിന് ഒരു തീരുമാനം അവിടെ ഉണ്ടാകുന്നില്ലെങ്കിൽ മരണം സംഭവിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് മരണത്തെ ദൈവ കൈകളിൽ നിന്ന് സ്വീകരിക്കുക എന്നതാണ് ഏറ്റവും ഉചിതമായ കാര്യം. അപ്പോൾ അങ്ങനെ മരണത്തെ ദൈവകാര്യങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ഘടകങ്ങളെയും ആൽബിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റിക്കളയണം. ഞാൻ വായിച്ച ഒരു പുസ്തകത്തിൽ ഇങ്ങനെ കാണുകയാണ്, ആത്മഹത്യ ചെയ്തിട്ടുള്ളവരുടെയൊക്കെ ബോഡി പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ സാധാരണ മരിക്കുന്ന വ്യക്തികളുടെ ശരീരത്തിൽ കാണപ്പെടുന്നതിനേക്കാളും CRH എന്ന് പറഞ്ഞ ഹോർമോൺ ഇവരിൽ ഒരു 10% മുകളിൽ 10-15% അധികമായി ഇവരുടെ ശരീരത്തിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ CRH എന്ന് പറയുന്ന ഹോർമോൺ ഹൈപ്പോതലാമസിൽ നിന്ന് വരുന്ന ഒന്നാണ്. നമ്മുടെ ബ്രെയിനിൻ്റെ അകത്ത് നിന്ന് അതെ, വലിയ ടെൻഷൻ, വലിയ മാനസിക പിരിമുറുക്കം അതിൻ്റെയൊക്കെ റിസൾട്ടായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ മനസ്സിലുണ്ടാകുന്ന ചില പ്രതിഭാസങ്ങൾ ശരീരത്തിൽ വരുത്തുന്ന വലിയ മാറ്റം ഇതൊന്നും ആ വ്യക്തിയുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. അതായത് ആ വ്യക്തിയുടെ ബോധപൂർവകമായ പ്രവർത്തനത്തിന് അതിനൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് അവൾ മനഃപൂർവ്വം ചെയ്തു എന്ന ധാരണ ആൽബിൻ മനസ്സിൽ നിന്ന് മാറ്റിക്കളയുമ്പോൾ തന്നെ ആൽബിൻ്റെ പകുതി പ്രശ്നം അവസാനിക്കും. രണ്ടാമതായിട്ട് മരണത്തെക്കുറിച്ച് തന്നെ ഒരു ശരിയായ കാഴ്ചപ്പാട് ആൽബിന് ഉണ്ടായിരിക്കണം. 1 തെസ്സലോനിയർ 4:13 നിങ്ങൾ മരണത്തെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം, വിജാതീയരെ പോലെ നിങ്ങൾ മരിച്ചവരെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കരുത് എന്ന് വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മരണത്തെക്കുറിച്ച് നമുക്ക് ശരിയായ അറിവ് തരുന്നത് മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു തന്നെയാണ്. അതുകൊണ്ട് യേശുവിൽ നിന്നാണ് നമ്മൾ മരണത്തെക്കുറിച്ചും ഇതുപോലെയുള്ള മനുഷ്യജീവിതത്തിലെ ഗഹനമായ കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കേണ്ടത്. യേശുവിൻ്റെ മരണം എപ്പോഴും ഉയർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ മരണവും ഉയർപ്പും ബൈബിളിൽ ഇങ്ങനെ ഒരുമിച്ചിരിക്കുകയാണ്. ഒരു ക്രിസ്തീയ വിശ്വാസി മരിക്കുന്നത് ഉത്ഥാനം ചെയ്യാൻ ക്രിസ്തുവിനോട് കൂടിയുള്ള മരണമാണ്. അവൻ ക്രിസ്തുവിനോടുകൂടി ഉയർത്തുകയും ചെയ്യും. അപ്പോൾ നമുക്കറിയാം, ജെറമ്യ 1:5 നമ്മൾ വായിക്കുന്നുണ്ട്, അമ്മയുടെ ഉദരത്തിൽ നീ രൂപം കൊള്ളുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന്. അമ്മയുടെ ഉദരത്തിൽ ജനിച്ചപ്പോഴാണ് ശരീരം കിട്ടിയത്. ശരീരം ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവം നമ്മളെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ശരീരം ഉണ്ടാകുന്നതിന് മുമ്പ് നീ ഉണ്ട്. അതുകൊണ്ട് ശരീരം പോയി കഴിഞ്ഞാലും നീ ഉണ്ട്. നീ എന്ന് പറയുന്നത് വെറും ശരീരമല്ല. ശരീരം എപ്പോഴും ടെമ്പററിയാണ്. നമുക്കൊരു ദിവസം പ്രായമുള്ളപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള സെല്ലുകൾ, ഒരു നല്ല ശതമാനം സെല്ലുകൾ ഇപ്പോൾ പോയി കഴിഞ്ഞു. പുതിയ സെല്ലുകൾ വരികയും ചെയ്തിട്ടുണ്ട്. സെല്ലിൻ്റെ മൾട്ടിപ്ലിക്കേഷനിലൂടെയാണ് ബോഡി വളരുന്നത്. അതുകൊണ്ട് നീ എന്ന് പറയുന്നത് ഒരിക്കലും ശരീരമേ അല്ല. ശരീരം എപ്പോഴും താൽക്കാലികമാണ്. എന്നാൽ ആത്മാവിന് ഒരിക്കലും മരണമില്ല. ശരീരം ഉണ്ടാകുന്നതിന് മുമ്പ് നീ ഉണ്ടായിരുന്നു, നീ ആത്മാവായിരുന്നു. അതുകൊണ്ട് ആൽബിൻ്റെ ഭാര്യ
ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിച്ചിരിപ്പുണ്ട്. മരണത്തിൽ സംഭവിച്ചിരിക്കുന്ന ശരീരം മാത്രം പോയി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് ഇനി ഒരു ശുശ്രൂഷ ആ ഭാര്യയ്ക്കില്ല. എന്നാൽ അവൾ ആത്മാവാണ്. ആത്മീയമായി അവൾക്ക് പല കാര്യങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നതുകൊണ്ട് പരിശുദ്ധാത്മാവിലൂടെ നിർവഹിക്കാനായിട്ട് കഴിയും. അപ്പോൾ ആ മേഖലയിൽ അവൾ അവിടെ ഇരുന്നു കൊണ്ട് ഒരു ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ശരീരത്തിൻ്റെ ശുശ്രൂഷയേക്കാൾ എത്രയോ ഉന്നതമാണ് ആത്മീയമായ തലത്തിലെ ശുശ്രൂഷ. അപ്പോൾ അതുവഴി ആൽബിന് ലഭിക്കാൻ പോകുന്ന നന്മകൾ വളരെ വലുതാണ്. പക്ഷേ ആ അനുഗ്രഹങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ആൽബിൻ ഈ മരണത്തെ ദൈവ കൈകളിൽ നിന്ന് സ്വീകരിക്കണം. ഈ മരണത്തെ സ്വീകരിക്കുക എന്ന് പറയുന്നതാണ് മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വേദനാജനകം. പക്ഷെ കുരിശിൽ യേശു അതാണ് നമ്മെ പഠിപ്പിച്ചു തരുന്നത്. അതെ. അപ്പോൾ ഇവിടെ ആ മരണത്തെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആൽബിന് സഹായകരമായ ഒരു ചിന്തയാണ് ജീവിത പങ്കാളി ദൈവം തരുന്ന സമ്മാനമാണ്. ഞാൻ നിനക്ക് ചേർന്ന ഇണയെ തരും. അപ്പോൾ ദൈവം ഒത്തിരി സ്നേഹമുള്ള നല്ല ഒരു ഭാര്യയെ ആൽബിന് കൊടുത്തു. ആ ഭാര്യയുടെ വേർപാടിൽ ആൽബിന് ഒരു കുറ്റബോധത്തിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം ആൽബിൻ തന്നെ പറയുന്നു, ഞാൻ അവളെ അതുപോലെ സ്നേഹിച്ചു എന്ന്. അപ്പോൾ അത്രയും നല്ല ഒരു ഭാര്യയെ ദൈവമാണ് ആൽബിന് സമ്മാനമായി നൽകിയത്. ഈ സമ്മാനമായി 2 വർഷം ജീവിച്ചപ്പോൾ ആൽബിൻ മനസ്സിലാക്കണം, ആ സമ്മാനം തന്ന ആളുടെ സ്നേഹം ആ സമ്മാനത്തിൻ്റെ അകത്തുണ്ട്. സമ്മാനത്തേക്കാൾ എത്രയോ വലുതാണ് സമ്മാനം തന്ന വ്യക്തിയുടെ സ്നേഹം. ഇപ്പോൾ ദൈവം ആ സമ്മാനം ആൽബിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചെടുത്തിരിക്കുകയാണ്. പക്ഷെ ദൈവം തിരിച്ചെടുത്തു എന്നുള്ള സംഭവത്തിനപ്പുറത്ത് ആൽബിൻ തന്നെ അത് ദൈവം ചോദിച്ചിരിക്കുന്നു, മടക്കി ചോദിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്താലോ ആ സംഭവത്തിൻ്റെ രൂപഭാവം മാറും. അപ്പം ആൽബിന് ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു സമർപ്പണമാണ് ഈ സമ്മാനം. ആൽബിന് ഏറ്റവും കൂടുതലായി ഈ ഭൂമിയിൽ സ്നേഹിച്ചുകൊണ്ടിരുന്ന ഈ സമ്മാനം ദൈവം ചോദിക്കുന്ന നിമിഷത്തിൽ ദൈവത്തിൻ്റെ കയ്യിലേക്ക് മടക്കി കൊടുക്കുന്നു. ഇന്ന് അച്ഛൻ പറയുന്നത്, ദൈവം നമുക്ക് തരുന്ന സമ്മാനം ദൈവം തിരിച്ചെടുക്കുമ്പോൾ ബോധപൂർവം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം കൂടുതൽ അനുഭവിക്കാൻ കഴിയുള്ളൂ. അപ്പോഴാണ് നമ്മൾ ആ നഷ്ടബോധം മാറിയിട്ട് അവിടെ മുഴുവനും ദൈവത്തിൻ്റെ അളവില്ലാത്ത സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യുന്നവിടെയാണ്. അപ്പോൾ ഈ സമ്മാനം ദൈവം തിരിച്ചെടുക്കാൻ പോവുകയാണ് എന്നാണ് മരണത്തിലൂടെ സൂചിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മളതിന് ശേഷം ബോധപൂർവം അത് തമ്പുരാൻ്റെ കയ്യിലേക്ക് കൊടുത്ത് അങ്ങനെ ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അത് നമ്മളിലുണ്ടാക്കുന്ന ഒരു അനുഭവമുണ്ട്. അതായത് സമ്മാനം നമുക്കറിയാം, അത് താൽക്കാലികവും വളരെ പരിമിതവുമാണ്. പക്ഷേ സമ്മാനം തന്നയാളെ ആ വ്യക്തിയുമായിട്ടുള്ള വലിയ ഒരു ബന്ധം, ആ ബന്ധം സ്ഥാപിക്കുക എന്നതാണ് ഏറ്റവും വലുത്. അതായത് ഇപ്പം ഞാൻ കുട്ടികൾക്ക് കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കും.
ആ കളിപ്പാട്ടം അവർക്ക് വാങ്ങിച്ചു കൊടുത്ത് കാലത്ത് നിന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും കളിപ്പാട്ടം അവർ കേടുവരുത്തി കളഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അതിലൂടെ അവർക്ക് എന്നോടൊരു സ്നേഹം നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ആ ബന്ധത്തിൽ തന്നെ ദൈവത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടെന്നാണ് ഒരു ഛായ പ്രതിഫലിക്കുന്നുണ്ട്. വസ്തുക്കളോ ആ കൈമാറ്റം ചെയ്യുന്ന മാധ്യമങ്ങളോ അല്ല അതിനപ്പുറത്തുള്ള ബന്ധം. അപ്പം ദൈവം പ്രതീകങ്ങളിലൂടെ നമ്മളെ സ്നേഹിക്കുന്നതാണ് ഓരോ മനുഷ്യനും ഓരോ ബന്ധങ്ങളും. അതെ, ഈ സമ്മാനങ്ങളെല്ലാം. പക്ഷേ ആ പ്രതീകങ്ങൾ അങ്ങ് മാറി സ്നേഹം തന്നെയായ ദൈവത്തെ സ്വീകരിക്കുമ്പോഴേക്കും ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഉള്ള വളർച്ചയാണിത്. അപ്പം അതുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ പൂർണിമ എക്സ്പീരിയൻസ് ചെയ്യുവാനുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകളുടെ നാൾവഴികളായി ആൽബിൻ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെ കാണാനായിട്ട് തയ്യാറാകുക. അതിന് അച്ഛാ ഇതിലൊരു ചോദ്യം ആൽബിൻ പറയണത്, ഈ മരണത്തിൻ്റെ കാരണം എന്തെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നാണ്. അപ്പം അങ്ങനെ ഒരു കാരണം ഞാൻ കാരണമാണോ, അവള് കാരണമാണോ, മറ്റുള്ളവർ കാരണമാണോ? അപ്പം ഇതൊരു അങ്ങനെ നമ്മൾ ചോദിക്കുമ്പോഴേക്കും ഈ മരണത്തെ ഈ നമ്മുടെ ജീവിതത്തിലെ പല സംഭവങ്ങളെ നമ്മളൊരു ഇൻ്റലക്ച്വൽ ക്വസ്റ്റ്യനായി ചുരുക്കി കാണുക, ബുദ്ധിപരമായിട്ട് ഇപ്പം ഞങ്ങൾ സാമ്പത്തിക ശാസ്ത്രമൊക്കെ ചെയ്യണ പോലെ കാണുകയാണ്. അതെ, ഒരു ചുരുക്കി കാണുകയാണ്. നമ്മുടെ ബുദ്ധിക്ക് അതിന് ഉത്തരം തരാനായിട്ട് സാധിക്കില്ല. നമ്മൾ അവിടെ ഫെയ്ത്തിലേക്കാണ് വരേണ്ടത്. എപ്പോഴും നമ്മൾ ബുദ്ധിയിൽ നിന്ന് നമുക്ക് ബുദ്ധിക്ക് ഉത്തരം തരാൻ സാധിക്കാത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ ഫെയ്ത്തിലേക്ക് കടക്കണം. അങ്ങനെ ഫെയ്ത്ത് കൊണ്ട് നമ്മളതിനെ കാണാനായിട്ട് തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും ആണ് ദൈവത്തിൻ്റെ ഈ പ്രവർത്തനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുവഴി ആൽബിൻ വളരുകയാണ്, സ്നേഹത്തിൻ്റെ നിറവിലേക്ക് ഉയരുകയാണ്. തന്നെയുമല്ല, ഈ ദൈവത്തെ നമ്മൾ ഏതെങ്കിലും വിധത്തിൽ സമീപിക്കുകയും തൊടുകയും ചെയ്യുമ്പോൾ നമ്മൾ നിത്യതയാണ് തൊടുന്നത്. ആ നിത്യതയെ തൊടുമ്പോഴാണ് ടെമ്പററി ആയിട്ടുള്ളതെല്ലാം അസ്തമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവിടെ ആ ഈശോയെ നമ്മൾ ശരിക്കും ആൽബിൻ മനസ്സിലാക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ അതിന് ആൽബിന് ഉപയോഗിക്കേണ്ട പ്രാർത്ഥന ഈശോയ്ക്ക് നന്ദി പറയുക എന്നതാണ്. ആൽബിന് ഒരല്പം ശാന്തമായിട്ടിരുന്ന് ദൈവം തന്നിട്ടുള്ള ആ സ്നേഹത്തെക്കുറിച്ച്, സ്നേഹ സമ്മാനങ്ങളെക്കുറിച്ച് ഒന്ന് ഓർക്കുക. ബന്ധങ്ങളുടെ സമ്മാനത്തെ തന്നെ കുറിച്ച് ഓർക്കുക. മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ഭാര്യ, ഇതെല്ലാം ദൈവം തന്ന ബന്ധങ്ങളുടെ സമ്മാനങ്ങളാണ്. ഈ സമ്മാനങ്ങളെല്ലാം തന്നെ ടെമ്പററിയാണ്, താൽക്കാലികമാണ്. അപ്പം അതെല്ലാം തിരിച്ചു ദൈവത്തിൻ്റെ പക്കലേക്ക് കൊടുത്ത് ഈ സമ്മാനങ്ങളെല്ലാം തന്ന സമ്മാനം ഇത്രയും സ്നേഹസമ്പൂർണമാണെങ്കിൽ സമ്മാനം തന്ന ആൾ എത്രയോ സ്നേഹത്തിൻ്റെ വലിപ്പമുള്ള ഒന്നാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഒരു അപൂർണതയിൽ നിന്നാണ് ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യന് പൂർണ്ണതയിലേക്ക് നമ്മൾ ജമ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ദൈവം കഷ്ടതയുടെ അനുഭവങ്ങളെ നമ്മുടെ പരിമിതമായ അവസ്ഥയിൽ നിന്ന് ദൈവികാവസ്ഥയിലേക്ക് ദൈവം വളർത്തുന്നതിൻ്റെ ചവിട്ടുപടികളായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ മരണത്തെക്കുറിച്ച് ഇങ്ങനെ ഓർത്ത് വിലപിച്ചിരിക്കുന്നത് ശരിയല്ല. പ്രഭാഷകന്റെ പുസ്തകം 38-ാം അധ്യായം 21-ാം വാക്യം, തിരിച്ചു വരവ് അസാധ്യമെന്ന് ഓർക്കുക. മരിച്ചവർക്ക് നീ ഒരു നന്മയും ചെയ്യുന്നില്ല, നിന്നെ തന്നെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ആൽബിൻ തന്നെ വളർത്താത്ത ഒരു ചിന്തയ്ക്കകത്ത് ഉടക്കി കിടക്കുകയാണ്, സ്വയം നിന്നയിലേക്ക് പോകുന്നത്. അത് സ്വയം ഉപദ്രവിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഉപേക്ഷിക്കുക. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ ആൽബിനൊന്ന് വായിക്കുന്നത് നല്ലതാണ്.
നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്. ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുന്നില്ല. അവർ മരിച്ചതായി ഭോഷന്മാർ കരുതി. അവരുടെ മരണം പീഡനമായും നമ്മിൽ നിന്നുള്ള വേർപാട് നാശമായും അവർ കണക്കാക്കി. അവരാകട്ടെ ശാന്തി അനുഭവിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കുക, ആൽബിൻ്റെ ഭാര്യ ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. അടുത്തതായി ഈ കുറ്റം വിധി തലേന്ന് മാറ്റിക്കളയുക. അവളിത് മനഃപൂർവ്വം ചെയ്തതാണ്, നമുക്കങ്ങനെ കുറ്റം വിധിക്കാനുള്ള അവകാശമില്ല. അതുകൊണ്ട് ആ ഭാര്യയോട് ഉള്ളുകൊണ്ട് ക്ഷമിക്കുക. നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ ആ സംഭവത്തിന് മുമ്പിൽ നമ്മളെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് ഇതാ എൻ്റെ ബുദ്ധിക്ക് ഇത്രയൊക്കെ സാധിക്കുകയുള്ളൂ, എന്നാൽ എൻ്റെ ബുദ്ധിക്ക് അതീതമായ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത ചില മേഖലകൾ നമ്മുടെ ജീവിതത്തിന് മുമ്പിലുണ്ട്. അപ്പോൾ അത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയാണ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. നമ്മൾ ദൈവമല്ലെന്നും ദൈവം ഉണ്ടെന്നും ഒക്കെയുള്ള അറിവിലേക്ക് നമ്മളെ അത് വളർത്തിക്കൊണ്ട് വരികയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഈ മരണം അക്സെപ്റ്റ് ചെയ്ത് ഭാര്യയെ ദൈവത്തിൻ്റെ കയ്യിലേക്ക് പയ്യെ കൊടുത്തുകൊണ്ട് എപ്പോഴെല്ലാം കൊടുത്ത് ദൈവത്തിന് നന്ദിയും സ്തുതിയും പറയുന്നുവോ അപ്പോഴെല്ലാം ആൽബിൻ്റെ ജീവിതത്തിൽ സൗഖ്യം നടന്നുകൊണ്ടിരിക്കും. സൗഖ്യം നടന്നുകൊണ്ടിരിക്കുമെന്ന് മാത്രമല്ല, ആൽബിൻ്റെ ഭാര്യയുടെ ആ ദൈവത്തിന് മുമ്പിലുള്ള സാന്നിധ്യം അത് ഒത്തിരി ബ്ലെസ്സിങ്ങും ആൽബിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ഇതുപോലെ തന്നെ ഇത്തരം ആത്മഹത്യ നടന്ന നിരവധി കുടുംബങ്ങൾ കാണും. ആ കുടുംബങ്ങളിലുള്ള ആളുകളുടെ വേദനകൾ കൂടി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് അത്തരം കുടുംബങ്ങളെയും ആശ്വസിപ്പിക്കണമേ എന്ന് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. സ്നേഹമുള്ളവരെ, ആൽബിൻ്റെ ജീവിതം അച്ഛൻ പരിശോധിച്ചിട്ട് അച്ഛൻ കണ്ടെത്തുന്നത് ഇങ്ങനെയാണ്. ഒന്ന്, ആത്മഹത്യ ഒരിക്കലും സ്വതന്ത്രമായ തീരുമാനത്തിൻ്റെ ഭാഗമായി വരുന്നതല്ല. അത് ചില സാഹചര്യങ്ങൾ ചെലുത്തുന്ന സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ പറ്റാതാകുമ്പോൾ ഒരു വ്യക്തി വിധേയമാകുന്നതാണ്. അതുകൊണ്ട് എൻ്റെ ഭാര്യ ബോധപൂർവം ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന ഒരു കുറ്റാരോപണം ആദ്യമേ തന്നെ മനസ്സിൽ നിന്ന് കളയണമെന്നാണ് അച്ഛൻ പറയുന്നത്. രണ്ടാമതായിട്ട്, ഈ ഭാര്യയെ ദൈവം തന്ന ഒരു സമ്മാനമാണ്. ആ സമ്മാനത്തിലൂടെ ദൈവത്തിൻ്റെ സ്നേഹമാണ് ആൽബിൻ കാണേണ്ടത്. ആ സമ്മാനം കുറച്ച് കാലഘട്ടത്തിന് ശേഷം തിരിച്ചെടുക്കുമ്പോൾ അപ്പോഴും സന്തോഷിക്കാൻ കഴിയണം എന്നാണ് അച്ഛൻ പറയുന്നത്. അങ്ങനെ ദൈവം ആൽബിൻ്റെ കയ്യിൽ നിന്ന് ഭാര്യയെ തിരിച്ചെടുക്കുമ്പോൾ ബോധപൂർവം ആൽബിൻ ആ സമ്മാനത്തെ ദൈവത്തിന് തിരിച്ചേൽപ്പിക്കുന്നതിലൂടെയാണ് ആത്മീയ സന്തോഷമുണ്ടാകാൻ കഴിയുക. മാത്രമല്ല, ഇതിൻ്റെ കാരണം എന്താണ് എന്ന് എനിക്ക് അന്വേഷിച്ചിട്ട് അറിയുന്നില്ല എന്ന ചോദ്യത്തിന് അച്ഛൻ നൽകുന്ന മറുപടി ഇതാണ്: ചില കാര്യങ്ങളുടെ കാരണത്തെക്കുറിച്ച് മനുഷ്യന് അറിയാൻ കഴിയില്ല, പ്രത്യേകിച്ച് മനുഷ്യബന്ധങ്ങളിൽ. അങ്ങനെയുള്ള അടഞ്ഞ ഇരുണ്ട മേഖലകളിൽ നമുക്ക് പ്രകാശം തരുന്നത് ദൈവമായിട്ടുള്ള ബന്ധമാണ്. ആ വിശ്വാസത്തിലൂടെ ഭാര്യ ദൈവത്തിൻ്റെ അരികിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയും ജീവിച്ചിരുന്ന ഭാര്യയേക്കാൾ കൂടുതലായിട്ട് ആത്മീയ നന്മകൾ നൽകാൻ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ഭാര്യയ്ക്ക് കഴിയുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുക, അതിനംഗീകരിക്കുക. മാത്രമല്ല, ഇവിടെ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തൽ ചിലപ്പോൾ ഭാര്യയെ കുറ്റപ്പെടുത്താനും സ്വയം കുറ്റപ്പെടുത്താനും, അങ്ങനെയുള്ളൊരു ആത്മനിന്ദയിലാണ് ആൽബിനിരിക്കുന്നതെന്ന് അച്ഛൻ ചൂണ്ടിക്കാണിക്കുന്നത്. ആ ആത്മനിന്ദയിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഈ സമ്മാനം തന്ന ദൈവത്തെ കഴിഞ്ഞ ജീവിതത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടോ അതിനെ ആലോചിച്ച് നന്ദി പറയുന്നതിലൂടെ മറികടക്കണം. മാത്രമല്ല, ഇതുപോലെ ദുഃഖിച്ചിരിക്കുന്ന അനേകം പേരുണ്ട്. നമ്മളനുഭവിക്കുന്ന വേദനയുടെ സമാന വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടി
പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയുക. അപ്പോൾ ആത്മനിന്ദ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ ദൈവിക പദ്ധതിക്ക് സ്വയം സമർപ്പിക്കാൻ അതിനായി ഒരുങ്ങണമെന്നാണ് അച്ഛനെ നിർദ്ദേശിക്കാനുള്ളത്. അച്ഛ, നമുക്ക് ആൽബിന് വേണ്ടിയും ഇതുപോലെ ദുഃഖമനുഭവിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഈശോയെ, ആൽബിൻ്റെ വേദനകളെല്ലാം ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആൽബിനെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ആൽബിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആയിരങ്ങളെയും പതിനായിരങ്ങളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. ദൈവനാഥ, മനുഷ്യജീവിതത്തിൽ ഞങ്ങളുടെ ബുദ്ധിക്ക് അതീതമായ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നു. ഞങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത പലതിൻ്റെയും മുമ്പിൽ നിസ്സഹായരായി ഞങ്ങൾ നിൽക്കേണ്ടി വരുമ്പോഴെല്ലാം ഞങ്ങളുടെ പരിമിതിയെ അംഗീകരിക്കുവാനും ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ കൈകൊട്ടി പിടിച്ചുകൊണ്ട് സ്വീകരിക്കുവാനും അവിടെയെല്ലാം എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായി ചെയ്യുന്ന കർത്താവിനെ കണ്ട് സ്തുതിക്കുവാനും സഹായിക്കണമേ. മരണം വഴി വേർപിരിഞ്ഞു പോയവർ അവർ ശരീരം മാത്രമാണ് നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലാക്കി ആത്മീയമായി അവർ ദൈവത്തോടു കൂടെ ആയിരുന്നു കൊണ്ട് അവർ ഭൂമിയിൽ പരിശുദ്ധാത്മാവിലൂടെ വലിയ ശുശ്രൂഷകൾ ചെയ്യുന്നുവെന്നും അതിൻ്റെ ഒത്തിരി നന്മകൾ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തിരിച്ചറിഞ്ഞ് ആ വേർപാടിൻ്റെ ദുഃഖത്തിൽ നിന്ന് മുഴുവനും വിടുതൽ പ്രാപിച്ച് ദൈവിക സന്തോഷം കൊണ്ട് നിറയുവാൻ ഇടയാക്കണമേ. ദൈവം ദാനം കൊണ്ട് സ്നേഹിക്കുകയും ആ ദാനം എന്ന ഇത് മാറ്റപ്പെട്ട് ദൈവവും വ്യക്തികളും സ്നേഹത്തിൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുകയും ചെയ്യുന്ന ഏറ്റവും അനുഗ്രഹീതമായ നിമിഷത്തെ വിശ്വാസത്തോടെ കണ്ടുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ആൽബിനെയും അവൻ്റെ കുടുംബത്തെയും അതുപോലെ സമാന ദുഃഖത്തിൽ കഴിയുന്ന എല്ലാവരെയും അവിടുന്ന് ആശ്വസിപ്പിക്കണമേ, മുറിവുകൾ ഉണക്കണമേ. ആമേൻ. പനക്കലച്ചനോട് ചോദിക്കാം എന്ന പരിപാടി ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയും ചെയ്ത എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി. നിങ്ങളുടെ ജീവിതത്തിലെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ പനക്കലച്ചനുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഉചിതമായ സമയത്ത് പനക്കലച്ചൻ കത്ത് വായിച്ച് ചർച്ച ചെയ്ത് നിർദ്ദേശങ്ങൾ നൽകുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡ് വരുന്നതുവരെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം. പ്രൈസ് ദി ലോർഡ്.